സാർ, പട്ടികജാതി വികസനം. സാർ, ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കായി 40,000 പഠനമുറികളും ഭവന നവീകരണ പദ്ധതി സേഫിൽ 12,500 വീടുകളും അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയിൽ 745 നഗറുകളും നിർമ്മിച്ചിട്ടുണ്ട്. പട്ടിക പിന്നോക്ക വിഭാഗത്തിലെ 820 വിദ്യാർത്ഥികൾക്ക് ലോകത്തെ മികച്ച വിദേശ സർവകലാശാലകളിൽ പഠന സൗകര്യമൊരുക്കിയ ഉന്നതി ഓവർസീസ് സ്കോളർഷിപ്പ് പദ്ധതി നടപ്പിലാക്കി. പട്ടികജാതി വികസന വകുപ്പിന് 1801.60 കോടി രൂപയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് 1435 കോടി രൂപയും ഉൾപ്പെടെ പട്ടികജാതി വിഭാഗങ്ങളുടെ വികസനത്തിനുള്ള പട്ടികജാതി ഉപപദ്ധതിക്കായി ആകെ 3236.85 കോടി രൂപ വകയിരുത്തുന്നു. ഇത് മുൻവർഷത്തെക്കാളും 114.9 കോടി രൂപ അധികമാണ്. പട്ടികജാതി ഉപപദ്ധതിയിൽ ഉൾപ്പെടുത്തി പാലക്കാട് മെഡിക്കൽ കോളേജിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് 25 കോടി രൂപയും അംബേദ്കർ ഗ്രാമവികസന പദ്ധതിക്കായി 55 കോടി രൂപയും മാറ്റിവെക്കുന്നു. പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് എന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ സംസ്ഥാന വിഹിതമായ 73 കോടി രൂപയും പോസ്റ്റ് മെട്രിക് വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പിനുള്ള അധിക സംസ്ഥാന സഹായ പദ്ധതിയുടെ വിഹിതമായ 221.47 കോടി രൂപ ഉൾപ്പെടെ പട്ടികജാതി പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് പദ്ധതികൾക്കായിട്ട് 294.47 കോടി രൂപ വകയിരുത്തുന്നു. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് സഹായ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിദ്യാഭ്യാസ സഹായത്തിന് 242 കോടി രൂപ വകയിരുത്തുന്നു. സർ, സംഘടിത തൊഴിൽ മേഖലയിൽ വിവിധ വികസന വകുപ്പുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും വിവിധ പദ്ധതിക്കായിട്ട് 60 കോടി രൂപ വകയിരുത്തുന്നു. മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിന് 17 കോടി രൂപ വകയിരുത്തുന്നു. പട്ടികജാതി വിഭാഗക്കാരുടെ ബിസിനസ് സംരംഭങ്ങൾ വിപുലീകരിക്കുന്നതിനായിട്ട് സമൃദ്ധി കേരളം പദ്ധതിക്ക് വേണ്ടി 10 കോടി രൂപ വകയിരുത്തുന്നു. ഭൂപരിരഹിതരായ 5000 പട്ടികജാതി കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കുന്നതിന് 170 കോടി രൂപ വകയിരുത്തുന്നു. ജീർണിച്ച ഭവനങ്ങളുടെ മെച്ചപ്പെടുത്തലിനും പഠനമുറികളുടെ നിർമ്മാണത്തിനുമായി ആവിഷ്കരിച്ച സേഫ് പദ്ധതിക്ക് 240 കോടി രൂപ വകയിരുത്തുന്നു. പട്ടികജാതി വിഭാഗത്തിലെ സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന വേടൻ, നായാടി, കള്ളാടി, അരുൺതയ്യാർ, ചക്കീലിൻ എന്നീ വിഭാഗങ്ങൾക്ക് പുനരധിവാസത്തിനും സാമ്പത്തിക ഉന്നമനത്തിനുമായുള്ള വിവിധ വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് 51 കോടി രൂപ വകയിരുത്തുന്നു. 1 ലക്ഷം രൂപ വരെയുള്ള കുടുംബങ്ങളിലെ പെൺമക്കളുടെ വിവാഹ സഹായ പദ്ധതിക്കായി 88 കോടി രൂപ വകയിരുത്തുന്നു. അംബേദ്കർ ഗ്രാമവികസന പദ്ധതിക്ക് 55 കോടി രൂപ വകയിരുത്തുന്നു. സർ, പട്ടികവർഗ വിഭാഗക്കാരുടെ ഉന്നമനം ലക്ഷ്യമിടുന്ന പട്ടികവർഗ ഉപപദ്ധതിക്ക് 1020.44 കോടി രൂപ വകയിരുത്തുന്നു. മുൻ വർഷത്തേക്കാൾ 46.31 കോടി രൂപ ഇത് അധികമാണ്. പട്ടികവർഗ വികസന വകുപ്പ് മുഖേന 804.70 കോടി രൂപയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേന 215.74 കോടി രൂപയും ചെലവഴിക്കുന്നതാണ്. വിദ്യാവാഹിനി പദ്ധതിക്കായി 30 കോടി രൂപയും പട്ടികവർഗക്കാരുടെ വരുമാനദായക ഉദ്യോഗ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപയും വയ്ക്കുന്നു. ട്രൈബൽ പ്ലസ് പദ്ധതിക്ക് 35 കോടി വെക്കുന്നു. ഏകലവ്യ സ്കൂൾ, റെസിഡൻഷ്യൽ സ്കൂൾ എന്നിവയ്ക്ക് 60 കോടി രൂപ വെക്കുന്നു. സർ, പട്ടികവർഗക്കാരിലെ ദാരിദ്ര്യം, പോഷകാഹാരക്കുറവ് എന്നിവ ഇല്ലാതാക്കുന്നതിന് പദ്ധതിക്ക് 20 കോടി രൂപ വകയിരുത്തുന്നു. സമഗ്ര ആരോഗ്യ സംരക്ഷണ പദ്ധതിക്ക് 32 കോടി രൂപ വകയിരുത്തുന്നു. അപൂർണമായ പട്ടികവർഗ ഭവനങ്ങളുടെ പൂർത്തീകരണത്തിനായി 70 കോടി രൂപ വകയിരുത്തുന്നു. അംബേദ്കർ സെറ്റിൽമെൻറ്റ് പദ്ധതിക്ക് 42 കോടി രൂപ വകയിരുത്തുന്നു. സർ, പട്ടികവർഗ ഉപപദ്ധതിയിലെ കോർപ്പസ് ഫണ്ടിനായി 46 കോടി വകയിരുത്തുന്നു. ഇത് മുൻ വർഷത്തേക്കാൾ 6 കോടി അധികമാണ്. സർ, മറ്റു പിന്നോക്ക വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായി ആകെ 278.82 കോടി രൂപ വകയിരുത്തുന്നു. ഇത് മുൻ വർഷത്തേക്കാൾ 12 കോടി രൂപ അധികമാണ്. കേരള സംസ്ഥാന പരിവർത്തിത വികസന കോർപ്പറേഷൻ 10 കോടി രൂപ അധികമായി വകയിരുത്തുന്നു. സർ, അർഹരായ മറ്റ് സമുദായങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് പ്രീ മെട്രിക് സഹായം, പോസ്റ്റ് മെട്രിക് സഹായം എന്നീ 2 വിഭാഗങ്ങളിലെ യഥാക്രമം 5 കോടി രൂപയും 40 കോടി രൂപയും ഉൾപ്പെടെ ആകെ ധനസഹായമായി 45 കോടി രൂപ വകയിരുത്തുന്നു. ന്യൂനപക്ഷ ക്ഷേമം. പരിശുദ്ധ ഹജ്ജ് തീർത്ഥാടകർക്ക് വേണ്ടിയുള്ള കോഴിക്കോട് എംബാർക്കേഷൻ പോയിൻ്റ് സർക്കാർ ഇടപെടലിൻ്റെ ഭാഗമായി പുനഃസ്ഥാപിക്കുകയും കണ്ണൂർ എംബാർക്കേഷൻ പോയിൻ്റ് പുതുതായി അനുവദിക്കുകയും ചെയ്തു. കോഴിക്കോട് ഹജ്ജ് ഹൗസിനോട് ചേർന്ന് 8.2 കോടി രൂപ വിനിയോഗിച്ച് 2022 വനിതാ ബ്ലോക്ക് പൂർത്തീകരിക്കുകയുണ്ടായി. കണ്ണൂരിൽ കിൻഫ്ര സ്ഥലം വിട്ടു നൽകുന്ന സ്ഥലത്താണ് പുതിയ ഹജ്ജ് ഹൗസ് നിർമ്മിക്കുക. 1 ഏക്കർ സ്ഥലം വിട്ടു നൽകുവാൻ ധാരണയായിട്ടുണ്ട്. വിവിധ ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾക്കായിട്ട് 105.63 കോടി രൂപ വകയിരുത്തുന്നു. ഇത് മുൻ വർഷത്തേക്കാൾ 8 കോടി രൂപ അധികമാണ്. APJ അബ്ദുൽ കലാം സ്കോളർഷിപ്പിനുള്ള 82 ലക്ഷം രൂപ ഉൾപ്പെടെ വിവിധ സ്കോളർഷിപ്പ് സ്കീമുകൾക്കായിട്ട് 9.61 കോടി രൂപ വെക്കുന്നു. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുള്ള നൈപുണ്യ വികസന തൊഴിലവസര പദ്ധതികൾക്കായിട്ട് 7.02 കോടി രൂപയും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഇമ്പിച്ച് ബാബ ഭവന പുനരുദ്ധാരണ പദ്ധതിക്ക് 5 കോടി രൂപയും മാറ്റിവെക്കുന്നു. മുന്നോക്ക സമുദായങ്ങളുടെ ക്ഷേമം. മുന്നോക്ക വിഭാഗ ക്ഷേമ കോർപ്പറേഷൻ വീട്ടിൽ 38 കോടി രൂപ വകയിരുത്തുന്നു. ഇത് മുൻ വർഷത്തേക്കാൾ 3 കോടി രൂപ അധികമാണ്. സർ, സാമൂഹ്യ സുരക്ഷിതത്വവും ക്ഷേമം എന്ന മേഖലയ്ക്കായി 706.71 കോടി രൂപ വകയിരുത്തുന്നു. ഇത് മുൻ വർഷത്തേക്കാൾ 80.98 കോടി രൂപ അധികമാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ട അസംഘടിത വിഭാഗക്കാർക്ക് വേണ്ടിയുള്ള സാമൂഹ്യ സുരക്ഷിതത്വ സംരംഭങ്ങൾ 15 കോടി രൂപ വകയിരുത്തുന്നു.
സർ, രാജ്യത്തെ ഏറ്റവും ബൃഹത്തായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി കേരളത്തിലാണ്. 60 ലക്ഷത്തോളം പേർക്ക് പ്രതിമാസം 1600 രൂപ പെൻഷനായി നൽകാനായി 11,000 കോടി രൂപയിലധികമാണ് സർക്കാർ ചെലവാക്കുന്നത്. ഈ സർക്കാർ ഇതുവരെ പെൻഷന് വേണ്ടി 33,210 കോടി രൂപ ചെലവാക്കി. അപ്പോൾ അത് ഇതിനകത്ത് ആകെ കേന്ദ്രത്തിൻ്റെ 2% തുക മാത്രമേ കിട്ടുന്നുള്ളൂ. സർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ റൂൾ 300 അനുസരിച്ച് ഇനി 3 കുടിശ്ശികകൾ കൊടുത്തു തീർക്കാനുണ്ട്. അത് സമയബന്ധമായി ഏകദേശം 3000 കോടി രൂപയിലധികം സമയബന്ധമായി കൊടുത്തു തീർക്കും എന്നുള്ള സഭയിൽ ഉറപ്പ് തരികയാണ്. സർ, ട്രാൻസ്ജെൻഡറുകൾക്കുള്ള മഴവിൽ പദ്ധതി 5.5 കോടി രൂപ വെക്കുന്നു. അനധികൃതമായ രാജ്യത്ത് പ്രവേശിച്ചവർക്ക് ശിക്ഷ കഴിഞ്ഞ് തിരിഞ്ഞു പോകാനായിട്ടുള്ള ട്രാൻസിറ്റ് ഹോം എന്ന പദ്ധതിക്കായിട്ട് വിദേശികൾക്കും താൽക്കാലിക താമസ സൗകര്യം പ്രദാനം ചെയ്യുന്ന ട്രാൻസിറ്റ് ഹോം എന്ന പദ്ധതിക്കായിട്ട് 1 കോടി രൂപ വകയിരുത്തുന്നു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റീഹാബിലിറ്റേഷന് 18 കോടി രൂപയായിട്ട് വർത്തുന്നു. എൻഡോസൾഫാൻ മേഖലയിൽ സഹായം നൽകുന്നതിന് 17 കോടി രൂപ. വയോമിത്രം പദ്ധതിക്കായിട്ട് 27.5 കോടി രൂപ. വൈകല്യമുള്ളവർക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന അനുയാത്ര പദ്ധതിക്ക് 21 കോടി രൂപ. വൃക്ക തകരാറുകൾ, കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയവർ, ഹിമോഫീലിയയും ബന്ധപ്പെട്ട രോഗങ്ങളും സിക്കിൾ സെൽ അനീമിയ എന്നിവ ബാധിച്ച് ചികിത്സയിലിരിക്കുന്ന രോഗികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിക്ക് 6 കോടി രൂപ എന്നിങ്ങനെ മാറ്റിവെക്കുന്നു. കിടപ്പിലായ രോഗികളെ വീട്ടിൽ പരിചരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് പ്രതിമാസം 600 രൂപ വെച്ച് നൽകുന്ന ആശ്വാസീകരണ പദ്ധതിക്ക് 50 കോടി രൂപ വകയിരുത്തുന്നു. ജുവനൈൽ ഡയബറ്റിസ് ബാധിച്ച കുട്ടികളുടെ മിഠായി പദ്ധതിക്കായി 3.8 കോടി രൂപ വകയിരുത്തുന്നു. ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ നടപ്പിലാക്കി വരുന്ന പദ്ധതിക്കായിട്ട് 16 കോടി രൂപ വകയിരുത്തുന്നു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് വിവിധ പദ്ധതി പ്രവർത്തനങ്ങൾക്കായി 22 കോടി രൂപ. നിർഭയ പ്രോഗ്രാമിന് 12 കോടി രൂപ. സാമൂഹ്യ നീതി ഉറപ്പാക്കുന്നതിനുള്ള സ്ത്രീ ശാക്തീകരണ പരിപാടിക്കായി 14.5 കോടി രൂപ എന്നിങ്ങനെ വകയിരുത്തുന്നു. സർ, അംഗനവാടികളിൽ മുട്ടയും പാലും നൽകുന്ന പദ്ധതി വിലപ്പെടുത്തുന്നതാണ്. എല്ലാ പ്രവർത്തനങ്ങളിലും മുട്ടയോ പാലോ നൽകുന്നതെന്ന് ഉറപ്പാക്കും. പദ്ധതിയുടെ വിഹിതം 80 കോടി രൂപയായി വർദ്ധിപ്പിക്കുന്നു. കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള സൈക്കോ സോഷ്യൽ പദ്ധതിക്കായി 51 കോടി രൂപ വകയിരുത്തുന്നു. സർ, ജെൻഡർ പ്രവർത്തനങ്ങൾക്ക് 9 കോടി രൂപ വകയിരുത്തുന്നു. പ്രധാനമന്ത്രി മാതൃവന്ദന യോജന എന്ന പദ്ധതിയുടെ നടത്തിപ്പിനുള്ള സംസ്ഥാന വിഹിതമായി 30 കോടി രൂപ വകയിരുത്തുന്നു. സർ, കുടുംബമോ മറ്റു പിന്തുണയോ ഇല്ലാതെ ശിശുമന്ദിരത്തിലൂടെ സംരക്ഷണം ലഭിച്ച കുട്ടികൾക്ക് 18 വയസ്സ് പൂർത്തിയാകുന്ന മുറയ്ക്ക് അവർക്ക് സ്വതന്ത്ര ജീവിതം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആഫ്റ്റർ കെയർ ഹോം സംവിധാനം ഏർപ്പെടുത്തുന്നതാണ്. ഈ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്കായിട്ട് 11 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, പോഷകാഹാര മേഖലയ്ക്ക് ആകെ 532.76 കോടി രൂപ വകയിരുത്തുന്നു. കേന്ദ്ര സഹായമായി 379.5 കോടി രൂപ പ്രതീക്ഷിക്കുന്നു. സർ, നാഷണൽ ന്യൂട്രീഷൻ മിഷന് 15 കോടി രൂപ മാറ്റിവെക്കുന്നു. സംയോജിത ശിശു വികസന സേവനങ്ങൾ എന്ന പദ്ധതിയുടെ സംസ്ഥാന വിഹിതമായി 138 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, നവകേരള സദസ്സിൽ ഉൾപ്പെട്ട അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കുള്ള ഫണ്ട്. ജനാധിപത്യ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായമാണ് കേരള സർക്കാർ സംഘടിപ്പിച്ച നവകേരള സദസ്സ്. ലോകത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു മന്ത്രിസഭയിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാ മന്ത്രിമാരും ജനങ്ങളിലേക്ക് നേരിട്ടിറങ്ങിച്ചെന്ന് ചർച്ച നടത്തി അവരുടെ നിർദ്ദേശങ്ങളും അഭിപ്രായം സ്വീകരിച്ചത്. നവകേരള സദസ്സിൻ്റെ അടിസ്ഥാന പദ്ധതികൾക്ക് 1000 കോടി രൂപയുടെ പദ്ധതി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതാണ്. അടിസ്ഥാന പദ്ധതികൾക്കായിട്ട് 210 കോടി രൂപ വകയിരുത്തുന്നു. പ്ലാനിൽ ഓരോ മണ്ഡലത്തിലും പരമാവധി 7 കോടി രൂപ വരെയുള്ള പദ്ധതികൾ ഏറ്റെടുക്കാനാവും. പ്ലാനിൽ വകയിരുത്തിയുള്ളതിന് പുറമെ 500 കോടി രൂപ കൂടി ഈ വർഷം നവകേരള പദ്ധതികൾ പൂർത്തീകരിക്കാനായിട്ട് മാറ്റിവെക്കുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഗവൺമെൻറ്റിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾക്കായി 6 കോടി രൂപ വകയിരുത്തുന്നു. സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾക്കായി റാൻഡിന് 3.12 കോടി വകയിരുത്തുന്നു. CDSന് ഒറ്റത്തവണ സഹായമായി 5 കോടി രൂപ അനുവദിക്കുന്നു. രജിസ്ട്രേഷൻ വകുപ്പിൽ കമ്പ്യൂട്ടർ വൽക്കരണം നടപ്പിലാക്കുന്നതിനായി 5 കോടി രൂപ വകയിരുത്തുന്നു. അടിസ്ഥാന സൗകര്യത്തിന് റെക്കോർഡ് റൂമുകളുടെ ആധുനികവൽക്കരണത്തിനായി 12.6 കോടി രൂപ വകയിരുത്തുന്നു. ബാധ്യതാ രേഖകളുടെ അപ്ഗ്രേഡേഷൻ തുടങ്ങിയ പദ്ധതികൾക്കായിട്ട് 9.69 കോടി രൂപ വകയിരുത്തുന്നു.